ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മുടെ മെയ് 2024 എക്സാമിനേഷൻ എത്തിക്കഴിഞ്ഞു. അപ്പം പുതിയ സിലബസിലെ ഫസ്റ്റ് എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ എക്സാം പാറ്റേൺ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു 100 മാർക്സിൻ്റെ ഒരു നോർമൽ പേപ്പറിൽ എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട് 30% നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ബാക്കി 70% ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിനുള്ളിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ 30% ക്വസ്റ്റ്യൻസ് വരുന്നതിൽ ഇൻ്റർമീഡിയറ്റ് ഫൈനൽ ലെവലിലെ പേപ്പറുകളിൽ 3 കേസ് സിനേരിയോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിന്ന് ഏകദേശം ഒരു 12-13 MCQs അതിൻ്റെ പാർട്ടായിട്ട് ചോദിക്കുന്നുണ്ടാവും. പിന്നെ 2-3 MCQs നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ ബേസിലും ഉണ്ടാവും. അങ്ങനെ 15 MCQ ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട് 30 മാർക്കാണ് നമ്മളുടെ MCQവിൻ്റെ പാറ്റേൺ ഉള്ളത്. ഇതായിരിക്കും നമ്മുടെ സെക്ഷൻ 1. ഇനി പാർട്ട് 2 ആയിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക 70 മാർക്സിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ആംഗിളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മളുടെ 70 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് പോർഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിരിക്കും 14 മാർക്സ്. പിന്നെ നിങ്ങൾക്ക് 5-14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിന്ന് 4 എണ്ണം എഴുതണം. അങ്ങനെ മൊത്തം നിങ്ങൾ 5 ക്വസ്റ്റ്യൻ 14 മാർക്കിൻ്റെ വീതം അറ്റൻഡ് ചെയ്യണം. അങ്ങനെ 70 മാർക്ക്. ഇതാണ് നമ്മളുടെ 100 മാർക്സിൻ്റെ ഒരു പേപ്പറിൻ്റെ പാറ്റേൺ ഉണ്ടാവുക. ഇനി 50 മാർക്സ് ഈച്ച് ഉള്ള DT IDT പേപ്പർ നമ്മളുടെ ഇൻ്ററിലൊക്കെ ഉള്ളതിൻ്റെ പാറ്റേൺ കാണണമെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. ഓൾ ദി വെരി ബെസ്റ്റ്.